തൽക്കാലം പകരക്കാരനില്ലാത്ത പിണറായി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം വിജയിച്ചേ മതിയാകൂ. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇന്ന് ഇന്ത്യയിൽ ആകെ അധികാരത്തിലുള്ളത്, ഇടതുപക്ഷം അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം അവിടേക്ക് തിരിച്ചു വരാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ കേരളത്തിൽ അധികാരം നിലനിർത്താൻ പിണറായിയെ പോലെ ഒരാൾ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കണം, മുന്നണിയെ നയിക്കണം എന്നതാണ് CPIM പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ദേശീയതലത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ, കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖം കൂടിയാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാലോ, കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങളൊക്കെ തകർത്താണ് BJP ഉത്തരേന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ആകെ കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശിൽ പോലും BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ ഇനി വേണമെങ്കിലും BJPക്ക് വരാവുന്ന സാഹചര്യമുണ്ട്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ അവിടെ കർണാടകത്തിൽ BJP അധികാരത്തിലുണ്ടായിരുന്നു. അത് കോൺഗ്രസിന് ഇപ്പോൾ അധികാരം കിട്ടിയെന്നുള്ളൂ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ ഇപ്പോൾ തുടരുകയോ അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടുമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്.